Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പഠിച്ചോണ്ടിരുന്നേ? കഴിഞ്ഞ ക്ലാസ് Good morning, ma'am. Locations, role of directions. ഏതായിരുന്നു? Dietitian. ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് എടുത്തുകൊണ്ടിരുന്നത്. ഡയറ്ററി സർവീസ് അല്ലേ? അത് പറഞ്ഞത് നസീമയാണോ പറഞ്ഞത്? എന്താണ് മാറിപ്പോയോ? അതെ മാം, റോൾ ഓഫ് ഡയറ്റീഷ്യൻ എന്ന് പറയാൻ പെട്ടെന്ന് മാറിപ്പോയി. അപ്പൊ നമ്മള് ഡയറ്ററി സർവീസിൽ അവിടെ വരെ എടുത്തത് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? ഒരു 3 points നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 3 അല്ല 4 points അല്ലെ? അവിടെ വരെ അല്ലേ എടുത്തിരുന്നത്? ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ, അപ്പോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കഴിഞ്ഞ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, എന്താണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഡയറ്റ് കൗൺസിലിംഗ് ആര് പറയും? സുമിമോൾ എന്ന് പറഞ്ഞ എന്താണ് ഡയറ്റ് കൗൺസിലിംഗ്? ഔട്ട് പേഷ്യൻസ് വന്നു പോകുന്ന രോഗികൾക്ക് നൽകുന്ന ഫുഡ്, അവർക്ക് നൽകുന്ന ഡയറ്റ് പ്ലാനുകളെ കുറിച്ചുള്ള കൗൺസിലിംഗ്. അതെ, കൗൺസിലിംഗ്. ഇനി എന്തിന്റെയൊക്കെ ബേസിസിലാണ് അവർക്ക് നമ്മൾ ആ ഒരു ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നത് ഡയറ്റീഷ്യൻസ്? രോഗികളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഡയറ്റ് പ്ലാനാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, സാമ്പത്തിക സ്ഥിതി മാത്രമാണ് അവിടെ നോക്കുന്നത് ആണോ? അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡുകൾ ഉപേക്ഷിച്ചിട്ട് അവർക്ക് പ്രോട്ടീനുകൾ ആവശ്യമുള്ള കിട്ടത്തക്ക അവർക്ക് കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകൾ. അവരുടെ ബോഡി വെയിറ്റ് അല്ലെ, അവരുടെ ഡിസീസ് കണ്ടീഷൻ എങ്ങനെയാണ് അതൊക്കെ കൺസിഡർ ചെയ്യുന്നില്ലേ? ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. എന്താണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്? അനാമിക ഉണ്ടോ? അനാമിക ഇല്ല. ഓക്കെ, ആര്യ എന്ന് പറഞ്ഞ എന്താണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്? ആര്യ ഉണ്ടോ? ആരുമില്ല. റോഷ്നി ഉണ്ടോ? റോഷ്നി മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് കണ്ടിരുന്നോ? ഓക്കെ, ആര് പറയും കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്താണ്? കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്? വാണിജ്യപരമായ ഭക്ഷണം നൽകുന്നു. ക്യാഷ് കുറവായിരിക്കും പുറത്തെ അപേക്ഷിച്ച്. ഗുണനിലവാരം അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കണം. സന്ദർശകർക്ക് സ്റ്റാഫുകൾക്ക് ലഭ്യമാക്കുന്നു. ഓക്കെ, സന്ദർശകർക്കും സ്റ്റാഫുകൾക്കും സേവനം ലഭ്യമാകുന്നു അല്ലെ? എന്താണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്താണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം നൽകുന്നത്. ഓക്കെ, നസീറ എന്ന് പറഞ്ഞ നസീറ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിന് ഹോസ്പിറ്റലിലെ നഴ്സുമാർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അവരുടെ നിയമപ്രകാരം അവർക്ക് എന്താണോ ആവശ്യം, രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആവശ്യം, അവരുടെ ജീവിത ശൈലിയിൽ ഉൾപ്പെട്ട സ്റ്റേറ്റ്, അതായത് ഏത് സ്റ്റേറ്റിൽ ഉൾപ്പെട്ട പേഷ്യന്റ് ആണ്, അവരുടെ ഭക്ഷണ രീതി, ജീവിത ശൈലിയിലുള്ള രീതി അനുസരിച്ചുള്ള ഭക്ഷണം അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് എന്താണ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷൻസിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, മ്യൂട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞത്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻസ്. അല്ല, ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ് പറഞ്ഞത്? എന്താണ്? ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ്
ഫോർ ദ എക്യുപ്മെന്റ് അല്ലെ. എന്താണ് ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ഒത്തിരി എക്യുപ്മെന്റ്സുകളും മെഷീൻസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടും കുറച്ച് മെഷീൻസ് ഒക്കെ ഉണ്ടാവില്ലേ അല്ലെ, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാവും, ഉപകരണങ്ങള്. ആ ഉപകരണങ്ങൾ എങ്ങനെയായിരിക്കണം, കറക്റ്റ് ആയിട്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറഞ്ഞ ഫംഗ്ഷൻ. Then second function എന്താ പറഞ്ഞേ, സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ് അല്ലെ. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വില നിശ്ചയിച്ച് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. എപ്പോഴും നമ്മുടെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ക്യാൻറ്റീനിലൊക്കെ നമ്മൾ പോകുമ്പോൾ എങ്ങനെ നല്ല ഭക്ഷണങ്ങൾ അന്വേഷിച്ചാലേ ആളുകൾ കൂടുതൽ വരാ. അപ്പൊ എങ്ങനെയായിരിക്കണം, ഓരോ ദിവസവും വിലയിൽ ചേഞ്ച് വരാത്ത രീതിയിൽ സ്ഥിരമായിട്ടുള്ളൊരു ഫിക്സഡ് പ്രൈസ് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വില അല്ലെങ്കിൽ കോസ്റ്റ് ഇട്ടതിന് ശേഷം അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ബെസ്റ്റ് ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്താ തേർഡ് പോയിന്റ് പറഞ്ഞത്, ബൈ ടു സ്പെസിഫിക്കേഷൻ അല്ലെ. നമ്മുടെ ഓരോ ക്യാൻറ്റീനിലും അവർക്ക് അതിൻ്റെതായ മെനൂസ് ഉണ്ടാവും ഇല്ലേ. നമ്മുടെ ഏതൊരു എന്താണ് ഹോട്ടലിലാണെങ്കിലും ക്യാൻറ്റീനിലാണെങ്കിലും അവരെന്താ, അവർക്ക് അവരുടേതായ ചില മെനൂസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൽ പറയുന്ന ആ ഒരു ലിസ്റ്റിൽ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇനി ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വരുന്ന സാധനങ്ങളെ എന്ത് ചെയ്യുക, സപ്ലൈസിനെ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് വരുന്ന ആ സാധനങ്ങളെ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ചെക്ക് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അല്ലെ. ആ വരുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി എന്താണ്, നമ്മൾ കൊടുത്ത രീതിയിലുള്ള ക്വാണ്ടിറ്റി തന്നെയാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ ഫോർത്ത് പോയിന്റ് നോക്കിയേ, മെയിൻ പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് അല്ലെ. ആദ്യം എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക, ഉണ്ടാക്കണം അല്ലെ. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് അവിടെ നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം, ഓരോ മെനൂസും ഇത്ര പോർഷൻ ആണ് അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ഇപ്പൊ മീൽസ് ആണെന്ന് വിചാരിക്കുക, അതില് റൈസ് ഇത്ര ഉണ്ടാക്കണം, അതിന്റെ ബന്ധപ്പെട്ട കറികൾ ഇത്രയും ഉണ്ടാക്കണം, അങ്ങനെ ഒരു കണക്കുണ്ടാവും അല്ലെ ഏതൊരു ക്യാൻറ്റീനിലും. അപ്പൊ അല്ലാതെ അവർ ഒത്തിരി അങ്ങോട്ട് കുറെ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ പേഷ്യൻസ് എത്രത്തോളം പേഷ്യൻസിന് കൊടുക്കാറുണ്ട്, അതുപോലെ എത്രത്തോളം വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കണക്കുകൾ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള പോർഷൻസ് ആയിരിക്കും അവർ ഉണ്ടാക്കുന്നത് അല്ലെ. ഇനി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ഒരുമിച്ച് അവരൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും അല്ലെ, അസംബിൾ ചെയ്യും. ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫുഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ക്ലിയർ ആയോ? ഈ 4 പോയിന്റ്സ് ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ഇതെല്ലാം ഫംഗ്ഷനിലെ ഉള്ളതാണ് കേട്ടോ. ഫസ്റ്റ് നെക്സ്റ്റ് പോയിന്റ് എന്താ, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ് അല്ലെ. നമ്മൾ ഓൾറെഡി ഇത്രയും നേരം പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എന്താണ് ഡെവലപ്പിംഗ് റെസിപ്പീസ് അല്ലെ. ഓരോ പേഷ്യൻസിനും അവരുടേതായിട്ടുള്ള ഡയറ്റ് പ്ലാനുകളാണ് ഈ ഡയറ്റീഷ്യൻസ് കൊടുക്കുക അല്ലെ. അപ്പൊ എല്ലാവർക്കും സെയിം ആയിരിക്കും അവരുടെ ഡയറ്റ് പ്ലാനുകള്? ഇല്ല. അവരുടെ രോഗാവസ്ഥയെ കൺസിഡർ ചെയ്തിട്ടാണ് അവർക്കുള്ള ഡയറ്റ് പ്ലാനുകൾ ഡയറ്റീഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഈ നമ്മുടെ ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള റെസിപ്പീസ് അല്ലെ, റെസിപ്പീസ് ഡെവലപ്പ് ചെയ്തിരിക്കണം. ഓരോ പേഷ്യൻസിനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ആവശ്യകത അനുസരിച്ച് എത്രത്തോളം പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം പോഷക ഘടകങ്ങൾ ഓരോ പേഷ്യൻസിനും ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു കണക്കെടുത്ത് അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. ഇത് എന്തിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്, ഡയറ്ററി മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്താണ്, റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് എന്താ പോയിന്റ് നോക്കിയേ, ടു ഇൻസ്ട്രക്ട് about how diet plays an important role in the treatment of various diseases അല്ലെ. പലതരത്തിലുള്ള രോഗികളാണ് അല്ലെ, പലതരത്തിലുള്ള ഡിസീസുകൾ അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് വരുന്ന അല്ലെ ആൾക്കാർക്കാണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഓരോ പേഷ്യൻസും വ്യത്യസ്തമായിരിക്കും അവരുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്ത രോഗാവസ്ഥയിലെ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് ഓരോരുത്തർക്കും ഡയറ്റീഷ്യൻസ് ഡയറ്റ് പ്ലാനുകൾ നമ്മൾ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ ആ ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ആ രോഗാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താണ്, ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലിൽ പല അസുഖങ്ങളായിട്ട് വന്ന് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന ഓരോ പേഷ്യൻസിനും ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകൾ കൊടുക്കുമ്പോൾ ആ ഡയറ്റ് പ്ലാനുകൾ വഴി അല്ലെ അവരുടെ ആരോഗ്യത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എത്രത്തോളം ഇമ്പോർട്ടന്റ് റോൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഡയറ്റ് അവരുടെ ആ ഒരു ചികിത്സയില് അല്ലെങ്കിൽ അവരുടെ ഒരു ആരോഗ്യത്തില് എത്രത്തോളം ഡയറ്റ് പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു നൽകണം. ക്ലിയർ ആയോ? എന്താണ് ടു ഇൻസ്ട്രക്ട് അബൌട്ട് how diet plays an important role in the treatment of various diseases. അല്ലെ, ഓരോ പേഷ്യൻസും പല പല രോഗങ്ങളായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ രോഗങ്ങളുടെയും ചികിത്സയില് ഈ ഡയറ്റ് എന്തൊക്കെ ഇമ്പോർട്ടന്റ് റോളുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പങ്കുകളാണ് വഹിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്താണോ, ഓട്ടോമാറ്റിക്കലി നല്ലൊരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു ആരോഗ്യസ്ഥിതിയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഡയറ്റ് എങ്ങനെയാണ് അവരുടെ ചികിത്സയിൽ എത്രത്തോളം പങ്ക് ഈ ഡയറ്റ് വഹിക്കുന്നുണ്ട് എന്നുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഓരോ പേഷ്യൻസിനും. ക്ലിയർ ആയോ? Then next point നോക്കിയേ, to alter the everyday diet pattern of patients to meet their needs throughout various diseased condition. അല്ലെ, പലതരത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവരാണ്. അപ്പോ അവരുടെ എല്ലാം രോഗാവസ്ഥയില് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ പേഷ്യന്റിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെ അവരുടെ ന്യൂട്രീഷൻ നീഡ്സിനനുസരിച്ച് അവരെന്താ ഓരോ പേഷ്യൻസിനും അവരുടേതായ സ്വന്തമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ, അവരുടെ ഒരു ഭക്ഷണ രീതി ഉണ്ടായിരിക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി. എന്നാൽ അവരുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻ എന്താണോ, പലതരത്തിലുള്ള ഡിസീസ് കണ്ടീഷൻ ആണ്, ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഓരോ പേഷ്യൻസിനും ഉണ്ടാവുക. അപ്പൊ അവരുടെ ആ ഒരു പോഷകാഹാരത്തിന്റെ ആ ഒരു ആവശ്യകതയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, ഈ പേഷ്യൻസിന് ഡയറ്റ് പ്ലാനുകളിൽ എന്ത് ചെയ്തിരിക്കണം, മോഡിഫിക്കേഷൻസ് വരുത്തിയിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യാൻ പറയുന്നതാണോ അവിടെ ഡയറ്റീഷ്യൻസ് ചെയ്യുക? അല്ല, നോർമൽ ആയിട്ടുള്ള ഭക്ഷണ രീതിയിൽ നിന്ന് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും അവരുടെ ഒരു ആരോഗ്യത്തിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ഡയറ്റ് പ്ലാനുകളാണ് കൊടുക്കുന്നത് അല്ലെ. ഡയറ്റ് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ചില ഭക്ഷണക്രമങ്ങൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പുതിയ ഡയറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള ഡയറ്റ് പ്ലാനുകളിൽ വ്യത്യാസങ്ങൾ അല്ലെ, അവരുടെ നിലവിലുള്ള ഡയറ്റ് പ്ലാനുകളിൽ മോഡിഫിക്കേഷൻസ് വരുത്തി കൊടുക്കേണ്ടത് ആരാണ്? ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ ആ പോയിന്റ്? Then next എന്താ, the everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. അല്ലെ, നമ്മൾ ഓൾറെഡി ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ്, ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, അവിടെ ഹോസ്പിറ്റലിൽ താമസിച്ച് ചികിത്സ നേടുന്ന പേഷ്യൻസ് അവർക്ക് എന്ത് ചെയ്യണം, ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ദിവസവും ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എവരുടെ ഒരു ദിവസം മാത്രമല്ല, അവര് എത്ര ദിവസമാണ് ആ ഒരു ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിനായിട്ട് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത്, ആ ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ്. ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മീൽസും സ്നാക്കുകളും പ്രിപ്പയർ ചെയ്ത് നൽകിയിരിക്കണം. Clear ആയോ? These meals are prepared by strict guidelines of the physician's written orders. അല്ലെ, ഇങ്ങനെയുള്ള മീൽസും സ്നാക്സും ഒക്കെ എന്താ, ഇങ്ങനെ ഈ ഡയറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആ സ്റ്റാഫുകളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മറിച്ച് എന്താണ്, അവര് കൺസൾട്ട് ചെയ്യുന്ന ആ ഫിസിഷ്യൻസിന്റെ written orders അല്ലെ, എഴുതി നൽകിയിരിക്കുന്ന കർശന ഓർഡേഴ്സിനനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് എന്താ അതിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള മീൽസും സ്നാക്സും ഒക്കെ ഈ ഡയറ്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്ലിയറായോ? അപ്പൊ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, എവരിഡേ എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് മീൽസും സ്നാക്സും ഒക്കെ നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്ത് നൽകണം. ഇനി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നൽകുന്നത് അവരുടെ ഇഷ്ടത്തിനൊന്നും പ്രിപ്പയർ ചെയ്ത് നൽകാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യണം, ഫിസിഷ്യൻസിന്റെ റിട്ടൺ ഓർഡേഴ്സിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ഇങ്ങനെയുള്ള ഓരോ മീൽസും സ്നാക്സും ഒക്കെ പ്രിപ്പയർ ചെയ്ത് പേഷ്യൻസിന് അവിടെ ചികിത്സയിൽ കഴിയുന്ന പേഷ്യൻസിന് നൽകാനായിട്ട്. Then next point എന്താന്ന് നോക്കി, arrange and carry out
പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. എന്താണ്? അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യൻസിന് തെറാപ്പികൾ കൊടുക്കണം. എന്നെന്താ? എഡ്യൂക്കേഷൻസ് അല്ലെ, എഡ്യൂക്കേഷൻസ് കൊടുക്കണം അല്ലെ, ബോധവൽക്കരണങ്ങൾ കൊടുക്കണം. നമ്മൾ പറഞ്ഞു അല്ലെ, ബോധവൽക്കരണ ക്ലാസുകൾ നൽകണം. ആൻഡ് ഓൾസോ എന്താണ് ചെയ്യേണ്ടത്? കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. എന്തിന്റെ ബേസിസിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ഡയറ്റ് അല്ലെ, ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഓരോ പേഷ്യൻസിനും അവരെന്ത് ചെയ്യണം? ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നടപ്പിലാക്കുക. അറേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രമീകരണം അല്ലെ, ക്രമീകരണം നടത്തുക. പേഷ്യൻസിന്റെ തെറാപ്പി നടപ്പിലാക്കുക, തെറാപ്പികൾ അവർക്ക് നടപ്പിലാക്കുക, അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുക. അതുപോലെ തന്നെ എന്താ? അവർക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുക. എന്താ? കൗൺസിലിങ്ങുകളും ഫുഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് നൽകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താ? ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. എന്താണ് ഡയറ്ററ്റിക്സ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ഡയറ്ററ്റിക്സ്? ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും അറിയില്ല. എന്താണ് ഡയറ്ററ്റിക്സ്? എന്തായിരുന്നു ഡയറ്ററ്റിക്സ്? അറിയില്ല ആർക്കും. എന്തിനെ കുറിച്ചുള്ളതാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്? ഡയറ്റും അതുപോലെ തന്നെ അത് ഡയറ്റ് എടുക്കുന്നത് വഴി അവരുടെ ഹെൽത്തിന് എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു നോളജ് തരുന്ന ഒരു വിഭാഗമാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഡയറ്ററ്റിക്സ്? ബ്രാഞ്ച് ഓഫ് നോളജ് അല്ലെ. നോളജിനെ എന്തിനെ പറ്റിയുള്ള ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയാണ്? ബ്രാഞ്ച് ഓഫ് നോളജ് concerned with the diets and its effects on health അല്ലെ. ആരോഗ്യവും ഡയറ്റും എന്ത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ പറയുന്നത് അല്ലെ. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ്. എന്തിനെ പറ്റിയുള്ളതാണ്? ഡയറ്റും അതിന്റെ ഹെൽത്തുമായിട്ടുള്ള ഹെൽത്ത് എഫക്റ്റുകളും അല്ലെ. ഹെൽത്തിൽ എത്രത്തോളം ഡയറ്റ് എത്രത്തോളം ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ആരോഗ്യപരമായിട്ട് എത്രത്തോളം മാറ്റങ്ങൾ ഓരോ പേഷ്യൻസിനും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള അറിവുകൾ നൽകുന്ന ഒരു ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതൊന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ? അതെ, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹെൽത്ത് എന്ന് പറയാം. ഇവിടെ എന്താണ്? ഡയറ്ററ്റിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ നമ്മുടെ ഡയറ്റീഷ്യൻസ് ഓരോ ഡയറ്റ് പ്ലാനുകൾ പേഷ്യൻസിന് പ്രിപ്പയർ ചെയ്ത് നൽകുന്നില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രിപ്പയർ ചെയ്ത് നൽകുന്ന ഓരോ ഡയറ്റുകളും എത്രത്തോളം അവരുടെ ഹെൽത്തിനുമായി റിലേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ആരോഗ്യത്തെ എത്രത്തോളം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം മാറ്റങ്ങൾ അവരുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിലുള്ള ഡയറ്റുകളായിരിക്കണം ആര് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഡയറ്റീഷ്യൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അവരുടെ ആരോഗ്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ഡയറ്റ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും നല്ല രീതിയിലുള്ള അല്ലെ, അവരുടെ ആരോഗ്യത്തില് അല്ലെങ്കിൽ ഹെൽത്തില് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഡയറ്റുകളാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവിടെയുള്ള അതിന് ഡയറ്ററ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക. ഓക്കെ. നെക്സ്റ്റ് എന്താ? ഗിവ് ഡയറക്ഷൻസ് ടു നഴ്സസ്. ഇനി ആർക്കൊക്കെയാണ് മറ്റു നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്? നഴ്സസ് അല്ലെ. ഇവിടെ എന്താ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന്, അതുപോലെ എന്താ മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും നഴ്സസിനും എന്ത് ചെയ്യുന്നു? അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. എന്താണ്? ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണ ക്രമവുമായി ബന്ധപ്പെട്ടുള്ള തെറാപ്പികളും ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ഒരു പോപ്പുലേഷന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഒരു പോപ്പുലേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അല്ലെങ്കിൽ എല്ലാ പോഷക ഘടകങ്ങളും അവർക്ക് എന്ത് ചെയ്യുക? ലഭ്യമാക്കുക. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രത്യേകത? ഓരോ പേഷ്യൻസിനും അല്ലെ, ഇവിടെ ആർക്കൊക്കെയാണ് ഇവിടെ ഡയറക്ഷൻസ് കൊടുക്കുന്നത്? അവിടുത്തെ നഴ്സസ് അല്ലെ. നഴ്സസിനും മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും എന്ത് ചെയ്യണം? അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കണം. എന്തിനാവശ്യമായിട്ടുള്ളതാണ്? ഓരോരുത്തർക്കും അല്ലെ എത്രത്തോളം ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷകാഹാരങ്ങളാണ് നമ്മുടെ ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ട് വരുന്നത്,
അതുപോലെ ഓരോരുത്തർക്കും എന്തൊക്കെ തെറാപ്പി, ഡയറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെറാപ്പികളാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡയറക്ഷൻസ് ആർക്ക് കൊടുക്കണം? നഴ്സസിനും മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സെർവിംഗ് എക്സ്പീരിമെന്റൽ മെറ്റബോളിക് റിസർച്ച് ഡയറ്റ്. കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൊളാബറേറ്റ് ചെയ്യുക, സഹകരിക്കുക അല്ലെ, സഹകരിക്കുക. ആരുമായിട്ട്? മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? സഹകരിക്കണം അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ അറേഞ്ച് ചെയ്യുക, പ്രിപ്പയറിംഗ് ആൻഡ് സെർവിംഗ് എക്സ്പീരിമെന്റൽ മെറ്റബോളിക് റിസർച്ച് ഡയറ്റുകൾ. എന്താണ് മെറ്റബോളിക് റിസർച്ച് ഡയറ്റുകൾ എന്ന് പറയുന്നത്? അതായത് അവർ ക്രമത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ എന്താണ് ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള അവരുടെ നല്ല ഓരോരുത്തരുടെയും ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിസം, ഓരോ പേഷ്യൻസിന്റെയും ശരീരത്തിലെ മെറ്റബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെ, പെട്ടെന്ന് എന്താണ് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവും അല്ലെ, ചിലത് എന്താ ഭയങ്കര ഹാർഡ് ആയിട്ടായിരിക്കും. അപ്പൊ അതിന്റെ ദഹനത്തിന്റെ കാര്യങ്ങള്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഡയറ്റ് പാറ്റേൺസ്, അതൊരു എക്സ്പെരിമെന്റിലാണ്. ഇപ്പോ എക്സ്പെരിമെന്റ് അതിനെ കുറിച്ച് കുറെ അധികം റിസർച്ചുകൾ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഈ ഗവേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള എന്താ കാര്യങ്ങൾ ഈ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തു കൊടുക്കുക. അതുപോലെ എന്താ എന്തെങ്കിലുമൊക്കെ ആ മെറ്റബോളിസം അല്ലെങ്കിൽ മെറ്റബോളിക് റിസർച്ച് ഡയറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നൽകേണ്ടത് ായിട്ടുണ്ടെങ്കിൽ അത് തയ്യാറാക്കി നൽകുക, അതേപോലെ എന്ത് ചെയ്യുക, സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെ തമ്മിൽ കൊളാബറേറ്റ് അല്ലെങ്കിൽ സഹകരിച്ച് ചെയ്യേണ്ടതാണ്? അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളും കൂടി ഒന്ന് സഹകരിച്ച് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ അല്ലെങ്കിൽ റിസർച്ചുകളൊക്കെ നടത്തുമ്പോൾ അതെന്താണ്? അതൊരു എക്സ്പെരിമെന്റൽ ആണ് അല്ലെ, അത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അവിടെ എന്താണ് നോക്കുന്നതാണ് അല്ലെ. ഗവേഷണം നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും അത് കറക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് അവരുടെ ഗവേഷണം നടത്തുന്നത്. അത് ആ ഗവേഷണം തീരുമ്പോഴെന്താണ് അത് ശരിയാണോ, നമ്മുടെ ആ ഒരു നിഗമനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പല ഡയറ്ററി പ്ലാനുകൾ അവർ ഉണ്ടാക്കുന്നുണ്ടാവും, അതിനാവശ്യമായിട്ടുള്ള കുറെ അധികം റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ടാവും ഓരോ ഡയറ്റുമായി ബന്ധപ്പെട്ട്. അതൊക്കെ അറേഞ്ച് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള റെസിപ്പീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് നൽകുക, അതുപോലെ സെർവ് ചെയ്യുക. ക്ലിയർ ആയോ? ആരൊക്കെ തമ്മിലായിരിക്കണം അങ്ങനെ ഒരു സഹകരണം ഉണ്ടാക്കേണ്ടത്? അവിടെ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ സ്റ്റാഫുകളും ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളും തമ്മിൽ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ സഹകരണം ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ് അല്ലെ. പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പേഷ്യൻസിന്റെയും ഒരു നല്ല ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഒരു പോഷകാഹാര അല്ലെങ്കിൽ പോഷകനില, അവരുടെ ഒരു പോഷകാഹാര നില എന്ന് പറയുന്നത് വളരെ മികച്ചതാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഈ ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then establish standards for arranging menus അല്ലെ. എന്തൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സ്ഥാപിക്കേണ്ടത്? അവിടെ ഓരോ മെനൂസും പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ മെനൂസും ക്രമീകരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വേണം അല്ലെ. ദെൻ എന്താ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ രീതിയിലാണ് അത് എന്താണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളൊരു അതിനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മാനദണ്ഡം വേണം. അത് എങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ എന്താ മാനേജിങ് മീൽസ് മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താ മീൽസ് സെർവ് ചെയ്യുമ്പോൾ അതിനെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യണം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം, സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മെനൂസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അത് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ മെനൂസ് അറേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രമായില്ലല്ലോ, അതെന്ത് ചെയ്യണം? ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം സെർവ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ദെൻ മീൽസിന്റെ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇവയിലെല്ലാം കുറെ സ്റ്റാൻഡേർഡുകൾ ഈ ഒരു ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് സ്ഥാപിക്കുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതുകൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിക്കുക. കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ് പറഞ്ഞിരുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞ എന്താ, നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളുണ്ടോ അതൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ എന്താണ് ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പറഞ്ഞ എന്താ, ഒരു കൺസിസ്റ്റന്റ് കോസ്റ്റിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വിലയില് നല്ല ഭക്ഷണങ്ങൾ സപ്ലൈ ചെയ്യാൻ, നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത് പറഞ്ഞ എന്താ, ഏതാണ് അവരുടെ ആ ഒരു മെനൂസും അല്ലെങ്കിൽ ആ ഒരു എന്താണ് റെസിപ്പീസ് ഒക്കെ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക് ആയിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന മെനുവിൽ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനങ്ങൾ അത് മാത്രം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക. ഇനി അങ്ങനെ വരുന്ന നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് വരും അല്ലെങ്കിൽ സാധനങ്ങൾ വരുമ്പോൾ അതിനെന്ത് ചെയ്യുന്ന സ്വീകരിക്കുക. അത് എന്താ, സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ആ വന്നിരിക്കുന്ന പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യുകയും അതിനുശേഷം മാത്രമായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ഫോർത്ത് പോയിന്റ് നോക്കിയാൽ ഇനി ഓരോ ഭക്ഷണങ്ങളും എന്ത് ചെയ്യണം, അവിടെ പ്രിപ്പയർ ചെയ്യണം അല്ലെ. പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓരോ മെനുവിനനുസരിച്ചും അവിടെ എന്തുണ്ട്, ഓരോ റെസിപ്പിനനുസരിച്ച് ഇത്ര എമൗണ്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത്ര പോർഷൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു കണക്കുണ്ട്. ആ കണക്കിനനുസരിച്ചായിരിക്കണം ഭക്ഷണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി പ്രിപ്പയർ ചെയ്ത ഭക്ഷണം എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ച് അല്ലെ അസംബിൾ ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ എന്ത് ഭക്ഷണത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് നോക്കിയേ, ഓരോ റെസിപ്പീസ് അല്ലെ പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ പോഷക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എന്ത് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്, ഡയറ്ററി സർവീസസിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. എന്താ, ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസസ് അല്ലെ. പല രോഗികളിലും പല വ്യത്യസ്ത രോഗങ്ങളുടെ ട്രീറ്റ്മെന്റുമായിട്ടായിരിക്കും പേഷ്യൻസ് വന്നിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള പല രോഗങ്ങളിലും അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമം എത്ര ഇമ്പോർട്ടന്റ് റോളാണ് അല്ലെങ്കിൽ എത്ര പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം, നിർദ്ദേശിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുക. എന്താ അടുത്തത്, ആഫ്റ്റർ ദി എവരിഡേ ഡയറ്റ് പ്ലാൻ അല്ലെ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡെയിലി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും, ഡെയിലി ഡയറ്റ് പ്ലാനുകൾ ഉണ്ടാവും അല്ലെ. നമുക്കൊരു നോർമൽ ആയിട്ടൊരു നമ്മുടെ ഒരു ഭക്ഷണക്രമം ഇല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെ പലതരത്തിലുള്ള രോഗവുമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ ഡെയിലി ഉള്ള ആ ഒരു ഡയറ്റ് പാറ്റേൺ അല്ലെ, ദിവസേനയുള്ള അവരുടെ ആ ഒരു ഭക്ഷണക്രമത്തിനെ മോഡിഫൈ ചെയ്ത് മികച്ചതായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, the everyday function of the dietary department is to prepare meals and snacks for patients അല്ലെ. ഓരോ പേഷ്യൻസിനും അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള മീൽസും സ്നാക്സും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നൽകേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എല്ലാ ദിവസവും നൽകേണ്ടത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ദിവസം കൊടുത്താൽ മതിയോ? ഇല്ല. ആ പേഷ്യൻസ് എന്താണ് എത്ര ദിവസം ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ അത്രയും ദിവസം അവർ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. എന്താ, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന മീൽസും സ്നാക്സും ഒക്കെ എങ്ങനെയാ അവരുടെ ഒരു ഇഷ്ടത്തിനാണ് പ്രിപ്പയർ ചെയ്ത് നൽകേണ്ടത്? അല്ല, ഫിസിഷ്യന്റെ റിട്ടേൺ ആയിട്ടുള്ള ഓർഡേഴ്സ് പ്രകാരം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കണം ഓരോ ഭക്ഷണങ്ങളും പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യൻസ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് അല്ലെ. ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് തെറാപ്പികൾ ക്യാരി ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുന്നു. ആൻഡ് കൗൺസിലിംഗുകളും ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ടിട്ട് നൽകുന്നുണ്ട്. എന്താ, ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺസ് അല്ലെ. ഡയറ്ററ്റിക് ഇന്റേൺസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയറ്റും ഹെൽത്തുമായിട്ട് എന്തൊക്കെ എഫക്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ റിലേഷൻഷിപ്പ് ആണുള്ളത്, എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിൽ ഓരോ ഡയറ്റുകളും പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ഗിവ് ഡയറക്ഷൻ ടു നഴ്സസ് അല്ലെ. നഴ്സസിനും അതുപോലെ മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾസ് അല്ലെ. ന്യൂട്രീഷൻ എത്രത്തോളം ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു പോപ്പുലേഷനിൽ അവരുടെ എന്താണ് പോഷകാഹാരങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാകുന്നുണ്ടോ, എത്രത്തോളം ആണ് ഇമ്പോർട്ടൻസ് ന്യൂട്രീഷൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹെൽത്തുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ എന്താ ഡയറ്റുമായി അല്ലെങ്കിൽ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട തെറാപ്പീസ് പേഷ്യൻസിന് കൊടുക്കുന്നതിനെ കുറിച്ചുമുള്ള
എന്താണ് ഡയറക്ഷൻസ് എന്ത് ചെയ്യണം, നഴ്സസിനും മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും കൊടുക്കുക. നെക്സ്റ്റ് എന്താ, കൊളാബറേറ്റ് വിത്ത് ദ മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സെർവിംഗ് എക്സ്പെരിമെന്റൽ മെറ്റബോളിക് റിസർച്ച് ഡയറ്റുകൾ അല്ലെ. ഡയറ്റുമായി ബന്ധപ്പെട്ട ഒത്തിരി റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ലത് ഏതൊക്കെയാണ്, നല്ല മികച്ചതായിട്ടുള്ള ഡയറ്റുകൾ ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻസ് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ ഓരോന്നും പ്രിപ്പയർ ചെയ്ത് നൽകുന്നത് കുറെ എക്സ്പെരിമെന്റുകളുടെ ഒക്കെ ഫലമായിട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റിലൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം, മെഡിക്കൽ അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെ പ്രിപ്പയർ അല്ലെങ്കിൽ എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെനൂസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് അല്ലെ, തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് കുറെ അധികം സാധനങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസിന് ആവശ്യമായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനൊരു സഹകരണം ഉണ്ടായിരിക്കണം. അത് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനൊരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്, ഈ ഓരോ പേഷ്യൻസിനും ഈ ഒരു ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ എന്ത് ചെയ്യാനാണ്, അവര് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഓരോ പേഷ്യൻസിനും എന്ത് ചെയ്യുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെ, അവർക്ക് വളരെയധികം ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള രീതിയിൽ ന്യൂട്രീഷണൽ അല്ലെ അവരുടെ ഒരു പോഷകപരമായിട്ടുള്ള ഒരു നില വളരെ മികച്ചതാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുമാണ് കുറച്ച് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും ഡയറ്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും എന്താണ്, അവിടെ ഇവർക്കും കുറച്ച് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഇപ്പൊ മെനു അറേഞ്ച് ചെയ്യുമ്പോഴാവാം, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സെർവ് ചെയ്യുന്ന കാര്യത്തിലാവാം, മീൽസ് കൊടുക്കുന്ന രീതിയിലാവാം. അതൊക്കെ എന്താണ് കുറെ അധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് നിയന്ത്രണങ്ങളും റൂൾസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ സ്ഥാപിക്കുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നത് കൂടി ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആയോ ഫംഗ്ഷൻസ്? ഫംഗ്ഷൻസ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം സിറ്റുവേഷൻസ്. എന്താണ് പ്രോബ്ലം സിറ്റുവേഷൻസ്? അതായത് ഇപ്പോൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതുമായി ബന്ധപ്പെട്ട അവർ നേരിടുന്ന പ്രശ്നങ്ങള്, അതാണ് പ്രോബ്ലം സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. ഇത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ആകുമ്പോൾ ഒത്തിരി അധികം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താന്ന് നോക്കി, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. എന്താണ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്? അവർ തമ്മിലുള്ള തർക്കം എന്നാണ് ഡിസ്പ്യൂട്ട് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മീനിങ്സ് ചെയ്ത് വെച്ചേക്കാം. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, തർക്കം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ തർക്കങ്ങൾ ആര് തമ്മിലുള്ള തർക്കമാണ്? ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫുകൾ അല്ലെ, ഭക്ഷണം സെർവ് ചെയ്യുന്ന സ്റ്റാഫുകളും അവിടെ ആ ഹോസ്പിറ്റലിലുള്ള മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകളും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഫുഡ് കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്താ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് വരുന്നില്ലേ അത്? അതായത് എന്തൊക്കെയാണ്, നഴ്സിംഗ് സ്റ്റാഫുകളും അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന സ്റ്റാഫുകളും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം വരികയാണെങ്കിൽ, ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ അതെന്താണ്, അതൊരു പ്രോബ്ലം സിറ്റുവേഷൻ ആയിട്ട് കണക്കാക്കാം. രണ്ടാമത്തത് എന്താ, complaints against the department with regard to the quality of food അല്ലെ. ഏതൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടു എന്താണ്, അവരുടെ ക്വാളിറ്റി അല്ലെ, ഫുഡ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവരും ചെക്ക് ചെയ്യും അല്ലെ. നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കൊടുക്കുന്നവർക്കാണെങ്കിൽ എന്താണ്, അവർക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടാകും. എന്നാലോ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് ഒത്തിരി കംപ്ലൈന്റ്സുകളും വരും അല്ലെ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റും ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, വളരെ മികച്ചതായിരിക്കണം. അപ്പൊ ഇങ്ങനെ ക്വാളിറ്റിയിൽ ഫുഡ് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, കംപ്ലൈന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ പരാതികൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ്, നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് അല്ലെങ്കിൽ ഫുഡ് നല്ല ക്വാളിറ്റിയിലല്ല കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഫുഡിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്നാലും അത് ഇവർ നേരിടുന്ന ഒരു പ്രശ്നത്തിലേക്ക് വന്നേക്കാം.
ഓക്കെ, അപ്പൊ പ്രോബ്ലം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഒന്ന് പറഞ്ഞ എന്താ, ഫുഡ് സർവീസ് സ്റ്റാഫുകളും അവിടെ വർക്ക് ചെയ്യുന്ന മറ്റു നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പ്രോബ്ലം സിറ്റുവേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ്, ഫുഡാണ് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ പരാതികളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊരു മറ്റൊരു പ്രോബ്ലം സിറ്റുവേഷൻ അല്ലേ. ഞാൻ മൂന്നാമത്തെ കാര്യം എന്താ, ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ, നിസ്സാരമായിട്ടുള്ള. ഓക്കെ, ട്രിവിയൽ എന്ന് പറഞ്ഞാല് നിസ്സാരമായിട്ടുള്ള. ഓക്കെ, തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, തെഫ്റ്റ് മോഷണം അല്ലെ, മോഷണം. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ, നിസ്സാരമായിട്ടുള്ള മോഷണം. അതാണ് ട്രിവിയൽ തെഫ്റ്റ്, നിസ്സാരമായിട്ടുള്ള മോഷണം. ആൻഡ് റോബറി, റോബറി എന്താ, കവർച്ച. റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നിസ്സാരമായിട്ടുള്ള മോഷണങ്ങളോ എന്താണ്, കവർച്ചകളോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതും ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് എന്താ, ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ബിഗ് ഫ്രോഡ്സ് എന്ന് പറയുന്നത്? വലിയ രീതിയിലുള്ള എന്താണ്, തട്ടിപ്പുകൾ അല്ലെ, വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ ക്യാൻ ഒക്കേഴ്സ് ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ മാനേജ്മെന്റ് ഒക്കെയാണ് പ്രധാനമായിട്ടും എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കില്ലേ, അപ്പൊ ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, വലിയ രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രോബ്ലം സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുക, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ് അല്ലെ. ഏതൊരു മേജർ ആയിട്ടുള്ള ഫുഡ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെയും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, മാലിന്യങ്ങൾ അല്ലെ, വേസ്റ്റുകൾ എങ്ങനെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ് ഇവിടെ ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ടും എന്താണ്, നല്ല രീതിയിൽ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ വേസ്റ്റിന്റെ ഡിസ്പോസൽ അല്ലെങ്കിൽ നശിപ്പിക്കല് നടന്നിരിക്കണം അല്ലെ. അല്ലാന്നുണ്ടെങ്കിലോ അവിടെ കംപ്ലൈന്റ്സ് വരില്ലേ, പ്രോപ്പർ ആയിട്ട് എല്ലാം ചെയ്യുന്നതെങ്കിൽ എന്താണ്, മറ്റ് നിയർ ബൈ ഏരിയാസിലുള്ളവർ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലെങ്കിലും അവർക്ക് അതൊരു പ്രോബ്ലം സിറ്റുവേഷൻ ആയിട്ട് വരാം. അപ്പൊ എന്തൊക്കെയാണ് പ്രോബ്ലം സിറ്റുവേഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞത്, ഫുഡ് സർവീസ് സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകാൻ, അതാണ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു പ്രോബ്ലം സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ എന്താ, ക്വാളിറ്റി ഓഫ് ഫുഡ് അല്ലെ, ഫുഡ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു കംപ്ലൈന്റ് ആയിട്ട് ഒരു പരാതിയായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. നെക്സ്റ്റ് എന്താ, ട്രിവിയൽ തെഫ്റ്റ് അല്ലെ, നിസ്സാരമായിട്ടുള്ള കളവുകളോ അല്ലെങ്കിൽ എന്താണ് മോഷണങ്ങളോ അല്ലെങ്കിൽ കവർച്ചയോ ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വന്നാലും അതൊരു പ്രോബ്ലം സിറ്റുവേഷൻ ആണ്. എന്താ, ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കേഴ്സ് ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താ, സ്റ്റോറുകൾ പോലെയുള്ള സ്റ്റോർ മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ആളുകൾ എന്തെങ്കിലും വലിയ രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയാൽ അതും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ആണ്. എന്താ, ഡിസ്പോസൽ ഓഫ് വേസ്റ്റേജ് ഗാർബേജ് അല്ലെ, മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യാതെ അല്ലെങ്കിൽ നശിപ്പിക്കാതെ ഇരുന്നാലും അതും ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? പ്രോബ്ലം സിറ്റുവേഷൻസ് ഒരു 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് 5 ക്ലിയർ ആയിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. ഇനി ഈ ഡയറ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയറ്ററി മാനേജ്മെന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ നയങ്ങളും നടപടിക്രമങ്ങളുമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അല്ലെ. ഏതൊരു ഭക്ഷണ സാധനങ്ങളുടെയും ക്വാളിറ്റിയും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണ സാധനങ്ങളുടെയും ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയിൽ ലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ബാധ്യസ്ഥ എന്നുള്ളതാണ് കേട്ടോ. ബാധ്യസ്ഥൻ എന്നുള്ളതാണ്, ബാധ്യസ്ഥരായിരിക്കുന്നു. അപ്പൊ ആരായിരിക്കും ബാധ്യസ്ഥരായിരിക്കുന്നത്? ഡയറ്റീഷ്യൻ ആയിരിക്കും. ഓക്കെ,
അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡയറ്റീഷ്യൻസ് ആണ് ഇതിന്റെ പ്രധാന കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ഫുഡ് ഐറ്റംസിന്റെയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലും ആരായിരിക്കണം ബാധ്യസ്ഥരായിരിക്കുന്നത്? ഡയറ്റീഷ്യൻസ് ആയിരിക്കും ബാധ്യസ്ഥരായിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ട ഒരു വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ തന്നെയാണ്. Then next point എന്താ പറഞ്ഞേ? Powers of emergency purchase should be given to the ഓഫീസർ ഇൻ ചാർജ് അല്ലെ. ഇനി എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും പർച്ചേസുകൾ ആവശ്യമായിട്ട് വന്നാല്, എമർജൻസി പർച്ചേസ് നമുക്ക് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഷോർട്ടേജ് വരാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതിനുള്ള പവർ അല്ലെ, അതിനുള്ള അധികാരം ആർക്കായിരിക്കണം കൊടുക്കേണ്ടത്? ഓഫീസർ ഇൻചാർജ് അല്ലെ. അവിടെ ഇൻചാർജിന്റെ ഓഫീസർ ആയിരിക്കണം. ആ ടൈമിൽ ആരാണോ ആ ഓഫീസിൽ ഇൻചാർജ് ആയിട്ടിരിക്കുന്നത് അവർക്കായിരിക്കും അതിനുള്ള അധികാരം ഉണ്ടായിരിക്കുക. Clear ആയോ? Then a team consisting of 3 to 4 members should inspect the food items received. ഇനി എന്താണ് റിസീവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യണം? ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ടീം എന്ത് ചെയ്യണം? ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ പരിശോധന നടത്തണം അല്ലെ. അങ്ങനെ പരിശോധനകൾ നടത്തി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമല്ലേ മറ്റുള്ളവർക്ക് അത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമുള്ള ഫുഡ് ഐറ്റംസിന് എന്ത് ചെയ്യുന്നു? 3-4 പേർക്ക് ചേർന്നിട്ടുള്ള ഒരു ടീമായിട്ട് എന്താണ് അവർ ആ ഒരു ടീമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഫുഡ് ഐറ്റം റിസീവ് ചെയ്യുന്ന ആ ഫുഡ് ഐറ്റംസിനെ ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുക. എന്താ? എവരിതിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻ ആൻഡ് ക്ലീൻഡ് അല്ലെ. എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭാഗവും എന്തായിരിക്കണം? വളരെ ക്ലീൻ ആൻഡ് കറക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ക്ലീൻ ആൻഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എല്ലാ ഭാഗങ്ങളും. എന്താ? Proper sanitation and cleanliness that include rodent control measures should be noticed. എന്താണ് rodent control? കേട്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര് തന്നെയാണ് rodent control. ആർക്കെങ്കിലും അറിയോ എന്താണ് rodent control? ഇല്ല. യെസ്, വെരി ഗുഡ്. റാറ്റ് ആണ് അല്ലെ. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റോറേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഇപ്പൊ അരിയോ അങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഏരിയയിൽ എന്താണ്? എലിശല്യം കൂടുതലായിരിക്കൂലേ. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും എന്താണ്? ഇങ്ങനെയുള്ള എലിശല്യങ്ങൾ ഉണ്ടാകും. അതാണ് റോഡൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എലിശല്യങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം വേണ്ടേ? അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ആ ഒരു ഇൻസ്പെക്ഷന് വരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ എന്ത് പറ്റും? അവരുടെ ആ ഒരു ഫുഡിന്റെ ആ ഒരു കൊടുക്കുന്ന ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ഒത്തിരി ഇത് വരും അല്ലെ, പ്രോബ്ലംസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള എലിശല്യങ്ങൾ പോലെയുള്ള റോഡൻ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് എന്ത് ചെയ്തിരിക്കണം? ഇവരിവിടെ എടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ എലിശല്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലുള്ള എന്താണ് വളരെ വൃത്തിയായിട്ടും അതുപോലെ വളരെ ശുചിത്വപൂർണമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഈ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ടത്. Clear ആയോ? Then next in the supervisory staff should be ready in the patient's kitchen throughout all working hours. അല്ലെ. എപ്പോഴും എന്ത് ചെയ്യണം? പേഷ്യൻസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് പേഷ്യൻസ് കിച്ചൺ എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫുഡ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പൊ ആ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കിച്ചൺ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കിച്ചണില് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു സ്റ്റാഫ് എപ്പോഴും സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് ആ ഉടനീളം ഒരു സ്റ്റാഫ് എപ്പോഴും അവിടെ നിയമിച്ചിരിക്കണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. Then and the work schedule be arranged properly. അതുപോലെ എന്താണ്? ഓരോ സ്റ്റാഫുകളും അവർ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈം മുതൽ എത്ര ടൈം വരെ എന്തൊക്കെ വർക്കുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർക്ക് ഷെഡ്യൂള് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് എന്താ? വാട്ട് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവരി ഡേ അല്ലെ. ഡയറ്റീഷ്യൻസ് ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകൾ ഉണ്ടാക്കി നൽകിയാൽ മാത്രം പോരാ. എന്താണ്? എല്ലാ ദിവസവും ഇങ്ങനെ വാർഡിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഓരോ പേഷ്യൻസിന്റെ അടുത്തും എന്ത് ചെയ്യണം? സന്ദർശിച്ച് എല്ലാ ദിവസവും അവരെ സന്ദർശിച്ച് എന്താണ്? അപ്പൊ അവർക്ക് എന്താണ്? ഒരു വളരെ എന്താണ്? ഒരു കണ്ടുകൊണ്ട് അല്ലെ, അവരെ കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കാനും എന്താണ് അവരുടെ ഈ ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ആ ഒരു ഡയറ്റ് പ്ലാനിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഡയറ്റീഷ്യന് എന്താണ് പേഴ്സണൽ ആയിട്ട് മനസ്സിലാക്കാനും കൂടി സാധിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുക മാത്രമല്ല എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വാർഡുകൾ അല്ലെങ്കിൽ അവിടെ താമസിച്ച് ചികിത്സ നൽകുന്ന ഓരോ പേഷ്യൻസിന്റെ എടുത്ത് ആര് ചെന്നിരിക്കണം? ഡയറ്റീഷ്യൻസ് സന്ദർശനത്തിന് ചെന്നിരിക്കണം. നെക്സ്റ്റ് എന്താണെന്ന് നോക്കി?
സർവീസ് ടൈം ഷുഡ് ബി ഡിറ്റർമൈൻഡ് അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു സേവനം ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് അവിടെ ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം സെർവ് ചെയ്യുന്ന ടൈമിങ്ങുകൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. എന്താണ്, കറക്റ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കണം അല്ലെ. അതിങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമല്ലോ. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതുപോലെ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിലായിരിക്കണം ലഞ്ച് കൊടുക്കേണ്ടത്, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സമയത്തിലായിരിക്കണം ടീയും സ്നാക്സും കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ടൈമിങ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ടൈമിങ് അല്ലെങ്കിൽ ആ ഒരു സേവനം നൽകുന്ന സമയം, ആ ഒരു സമയം എന്തായാലും കറക്റ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കണം. നെക്സ്റ്റ് എന്താ, നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. ഇനി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു പേഷ്യൻസ് നമ്മൾ മീൽസ് കൊടുക്കുമല്ലോ. അങ്ങനെ മീൽസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉള്ള നിലവിൽ അവിടെ ചാർജ് ഉള്ള നേഴ്സ് എന്ത് ചെയ്യണം, അത് എക്സാമിൻ ചെയ്യണം, അത് എന്ത് ചെയ്യണം, പരിശോധിക്കുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? അവിടെ വാർഡില് നമ്മുടെ ഇങ്ങനെയുള്ള മീൽസുകൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പരിശോധനകളും അതിനാവശ്യമായിട്ടുള്ള മേൽനോട്ടങ്ങളും വഹിക്കേണ്ടത് ആ വാർഡില് ഇൻചാർജ് ആയിട്ടുള്ള നേഴ്സസ് ആയിരിക്കണം. എന്തൊക്കെയായിരുന്നു പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ പറഞ്ഞത്? ഡയറ്റീഷ്യൻസ് ആയിരിക്കണം എന്ത് ലയബിൾ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫുഡ് ഐറ്റംസ് അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഏത് ഫുഡ് ഐറ്റംസിന്റെയും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ബാധ്യസ്ഥരായിരിക്കുന്നത് ആരാണ്? ഡയറ്റീഷ്യൻസ് ആണ്. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാലും അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ടവരും ഡയറ്റീഷ്യൻസ് തന്നെയായിരിക്കും. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇനി എന്തെങ്കിലും എമർജൻസി പർച്ചേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് അധികാരം നൽകേണ്ടത്, അതിനുള്ള അധികാരം നൽകുന്നത് ആർക്ക് വേണ്ടിയിട്ട്? ആർക്കാണ്? അന്നേരം അവിടെ ആ ഓഫീസിൽ ഇൻചാർജ് ആയിട്ടുള്ള ഓഫീസർ ആരാണോ അവർക്കായിരിക്കും ആ എമർജൻസി പർച്ചേസിനുള്ള അധികാരം നൽകിയിരിക്കണം. നെക്സ്റ്റ് എന്താ, ഒരു ടീമായിട്ട് അല്ലെ 3 to 4 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ടീമായിട്ടായിരിക്കണം എന്ത് റിസീവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിനെ ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ മറ്റുള്ളവർക്ക് അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുള്ളൂ. എന്താ, എവരിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി അല്ലെ, വളരെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം. അതുപോലെ എന്താണ് പറഞ്ഞത്, ഈ ശല്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, നമുക്കറിയാം ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇവർ വരും. എന്നാൽ പോലും എന്താണ്, അതിനെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള കൺട്രോൾ മെഷേഴ്സ് എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ നല്ല ശുചിത്വം പാലിക്കുകയും നല്ല വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകേണ്ടത്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഓരോ പേഷ്യൻസിനും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന എന്താണ് ആ ഒരു കിച്ചണില് അവിടെ അടുക്കള ഉണ്ടാവും അല്ലെ, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനെയുള്ള പേഷ്യൻസ് കിച്ചണില് എന്ത് ചെയ്യണം, എപ്പോഴും ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ അവിടെ ആ ഒരു ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു സമയം ഫുൾ ടൈം ആയിട്ട് എന്ത് ചെയ്യണം, ഒരാള് എന്ത് ചെയ്യണം, ഒരു സ്റ്റാഫ് അവിടെ സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകൾക്കും കറക്റ്റ് ആയിട്ട് അവരുടെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും, ഇപ്പൊ ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരെയും കറക്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ഇടുകയും അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് അവരെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്താ, ഓരോ വാർഡിലും അല്ലെ, വാർഡില് എല്ലാ ദിവസവും എന്താണ് ഇങ്ങനെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ആര് സന്ദർശിച്ചിരിക്കണം, ഡയറ്റീഷ്യൻസ് നേരിട്ട് കണ്ട് അവരുടെ ആ വിവരങ്ങൾ അവർക്ക് തിരക്കാലോ. അപ്പൊ അതിനാവശ്യമായിട്ട് ഡയറ്റീഷ്യൻസ് എല്ലാ ദിവസവും ഈ വാർഡ് സന്ദർശിച്ചിരിക്കണം. എന്താ, സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് അല്ലെ, സർവീസ് ടൈമുകൾ അല്ലെങ്കിൽ ഈ സേവനം നൽകുന്ന സമയങ്ങൾ എന്ത് ചെയ്യണം, നിശ്ചയിച്ചിരിക്കണം. എങ്ങനെയാണ്, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത്ര ടൈം മുതൽ ഇത്ര ടൈമിനുള്ളിലാണ് എന്ത് കൊടുക്കേണ്ടത്, ലഞ്ച് കൊടുക്കേണ്ടത്, അതുപോലെ സ്നാക്സ് കൊടുക്കേണ്ട ടൈമിംഗ്, അങ്ങനെ ഒരു കറക്റ്റ് ടൈമിങ്ങില് ഈ സേവനങ്ങള് മറ്റുള്ളവർക്ക് ലഭ്യമാക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുക. എന്താ, നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്സ് അല്ലെ, വാർഡില് എന്താണ് മീൽസ് കൊടുക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ആരാണ് അതിന് മേൽനോട്ടം വഹിക്കേണ്ടതും പരിശോധനകൾ നടത്തേണ്ടതും അവിടെ ഇൻചാർജ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കണം. ക്ലിയർ ആയോ? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഇന്നെടുത്ത പോർഷൻസ് ഫങ്ഷൻസും പ്രോബ്ലം സിറ്റുവേഷൻസ് ആൻഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയ വേഗം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വായിച്ചു 1-2 പ്രാവശ്യം വായിച്ചാൽ തന്നെ കിട്ടാവുന്ന പോയിന്റ്സ് ഉള്ളൂ കേട്ടോ. വളരെ വലിയ ടേംസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഒന്ന് വേഗം വായിച്ചു നോക്കിയ ഫങ്ഷൻസ് ആൻഡ് പ്രോബ്ലം സിറ്റുവേഷൻസ്. ഇന്റേൺ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അതിനുള്ളിൽ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ ഫങ്ഷൻസും പ്രോബ്ലം സിറ്റുവേഷൻസ് ആണ്. പോളിസീസ് പ്രൊസീജിയേഴ്സിൽ ഒക്കെ ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അത് കഴിയുമ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമല്ലോ. ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി കേട്ടോ. ഡയറക്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് അതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ബുക്കിലൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ? ഓക്കെ, നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ തരുന്നത് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിൽ എഴുതി വെക്കുക. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു 3 or 4 ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ കിട്ടിയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ ആകുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം. നോട്ട്സ് എടുത്തോ കേട്ടോ. എല്ലാവരും നോട്ട്സ് ഒന്ന് എടുത്തേ. മേഡം അത് ക്ലാസ് റൂമിന്ന് കളയോ? ക്ലാസ് റൂമിൽ നിന്ന് കളയുമോ? അത് എനിക്ക് അതിനെ പറ്റി അത്ര ഡീറ്റെയിൽസ് ഇല്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് എടുത്തു തരുന്നത്? അത് ടെക്നിക്കൽ ടീമുമായിട്ട് ഞാൻ സംസാരിച്ചു ചോദിച്ചു നോക്കട്ടെ കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോ. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. നമ്മുടെ ചാപ്റ്റർ പേരൊന്നും എഴുതാത്തവരുണ്ടെങ്കിൽ ആ ചാപ്റ്ററിന്റെ പേരൊക്കെ ഒന്ന് എഴുതിയേക്കണം കേട്ടോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പിന്നെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ മോക്ക് ടെസ്റ്റുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which department is responsible for the quality and quantity of which department is responsible for the quality and quantity of food supplied? Which department is responsible for the quality and quantity of food supplied in hospitals? Food supplied in hospitals. ഓക്കെ, ആൻസേഴ്സ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തി കൊണ്ടുവരണം കേട്ടോ. നെക്സ്റ്റ് ഡേ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മറ്റ് ചാപ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് food supplied in hospitals? Okay, second question, doctors may recommended a dash diet. Doctors may recommended a dash diet to help to manage medical condition like high BP. Medical condition like high BP. Medical condition like high BP. Doctors may recommend a diet to help to manage medical condition like high BP. Okay. Next question, inpatient catering
inpatient catering deals with the inpatient catering deals with the provision of meals to the patient. Inpatient catering deals with the provision of meals to the patient. Provision of meals to the patient. Inpatient catering deals with the provision of meals to the patients who are dash in the hospital. Who are dash in the hospital. Who are dash in the hospital. Who are dash in the hospitals. Okay. Next question. Development of recipes. Development of recipes. Development of recipes according to the development of recipes according to the dash of patients. According to the dash of patients. Development of recipes according to the dash of patients. Okay. Next question. The everyday function of the dietary department. The everyday function of the dietary department. The everyday function of dietary department is to prepare dash for the patient who got admitted to the hospital. The everyday function of the dietary department is to prepare dash for the patient who got admitted to the hospital. Okay. Then ipo etra questions aayi? 5 questions alle idu. 5 questions aayile. Okay, ആ 5 questions മതി. ബാക്കി നമുക്ക് മോക്ക് ടെസ്റ്റുകളിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. എന്താണ് അത് കറക്റ്റ് ആയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് കറക്റ്റ് ആയിട്ട് വേറൊരു നോട്ട് സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് നോക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചധികം മറിച്ച് തിരിച്ച് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, കിട്ടൂല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് നോട്ട്, ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതാനായിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട് എടുത്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ മോക്ക് ടെസ്റ്റുകളും ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിന്റെയും കുറച്ച് നോട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മെയിൻ എക്സാം ഒക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറച്ചധികം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മളെ നെക്സ്റ്റ് ചാപ്റ്റർ 24 ആണ്. ചാപ്റ്റർ 24 ഡയാലിസിസ് സർവീസസ് ആണ് കേട്ടോ. ഞാൻ അടുത്ത ചാപ്റ്റർ ആയിട്ട് എടുക്കാൻ പോകുന്നത് ഡയാലിസിസ് സർവീസസ് ആണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ അതൊന്ന് നോട്ട്സ് കൈ കരുതിയേക്കാം കേട്ടോ. ഡയാലിസിസ് സർവീസസ് ചാപ്റ്റർ 24 ഡയാലിസിസ് സർവീസസ് ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുൻപായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് തന്നിട്ടുള്ളൂ. 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലായിരുന്നു ഇത്? വളരെ സിമ്പിൾ ആയിരുന്നില്ലേ? അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ? നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. നമുക്ക് കുറെ അധികം ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങളെല്ലാം നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാവുന്ന ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് 2 or 3 പ്രാവശ്യം ഒന്ന് വായിച്ച് റിവൈസ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ കുറെ അധികം പോയിന്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് കയറും.
ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഈ ഒരു 5 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാം കേട്ടോ. അപ്പൊ എല്ലാത്തിനും ആ ഒരു 5 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? ക്ലിയർ ആയോ ഇന്നത്തെ ക്ലാസ്? Yes, ma'am. Okay, ma'am. Thank you. Okay, thank you. Okay. Thank you, ma'am. Thank you. ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? Thank you, ma'am. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണോ? ഡോക്ടേഴ്സ് മേ റെക്കമെൻഡഡ് a dash diet to doctors may recommended a dash diet to help to manage medical condition like high BP എഴുതിയ ഫൈവ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഒന്ന് പറയോ? ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ട് department is to prepare dash for the patient who got admitted to the hospital